5.5 വയസ്സൊക്കെ ആയപ്പോഴത്തേനും ഒരു നിർത്താതെ യൂറിൻ പോകുന്ന ഒരു രോഗം. എത്ര ഹോസ്പിറ്റലുകളിൽ കാണിച്ചിട്ടും അത് ട്രീറ്റ്മെന്റ് എടുക്കുന്നു, എന്ത് ചെയ്തിട്ടും അത് മാറുന്നില്ല. ഈ സമയത്ത് ഇവിടെ വന്ന് ഉടമ്പടി, വൈഫ് ഓൾറെഡി ഉടമ്പടി എടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പം ഞാൻ അതിനുശേഷം ഞാൻ ജോബ് റിസൈൻ ചെയ്ത് വന്നതിന് ശേഷമാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ആ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഇവന് അരമണിക്കൂർ കൂടുമ്പം യൂറിൻ പാസ് ചെയ്യണമായിരുന്നു. അത് പിന്നെ നിർത്താതെ 5 മിനിറ്റ് കൂടുമ്പോൾ യൂറിൻ പാസ് ചെയ്യേണ്ട ഒരു അവസ്ഥ. അപ്പോൾ ഇവന് ക്ലാസ്സിൽ പോകാൻ പറ്റുന്നില്ല. തീരെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡയപ്പറൊക്കെ ഇട്ട് വിട്ടാലും അത് നനഞ്ഞ് ആകെ അവനത് പറയാൻ തന്നെ ബുദ്ധിമുട്ട്. യൂറിൻ ഇങ്ങനെ പോകാമെന്ന് ടീച്ചേഴ്സിനോട് പറയാനും ഭയങ്കര പ്രയാസം. അപ്പം ഞങ്ങൾക്ക് ഇവന് UKG ഫുള്ള് ഏകദേശം ഓൾമോസ്റ്റ് 1 ഇയർ ക്ലാസ്സിൽ പോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പ്രാർത്ഥിച്ച് വീട്ടിൽ ചെന്നു. പിറ്റേ ദിവസം തൊട്ട് ആ പ്രശ്നമില്ല. ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന വഴി തന്നെ അന്ന് തൊട്ട് ഇവനെ യൂറിൻ പാസ് ചെയ്യുന്നത് നോർമലായി. പിന്നെ ആ പ്രശ്നം അതിനുശേഷം ഇന്ന് വരെ അവന് വന്നിട്ടില്ല. ഞാൻ മൂന്നാർ ഒരു റിസോർട്ടിൽ ഞങ്ങൾ ഒരു ബിസിനസിൻ്റെ ആവശ്യത്തിനായിട്ട് പോയി. ഒരു റിസോർട്ട്, ഒരു കുന്നിൻ്റെ മുകളിലുള്ള ഒരു റിസോർട്ടാണ്. അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു ചെറിയ സ്പേസേ ഉള്ളൂ. അതും ഒരു ടോപ്പിൽ വേണം നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പം വണ്ടി ഞാൻ റിവേഴ്സ് ഇട്ടിട്ട് ഫസ്റ്റ് ഇട്ട് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യാൻ നേരത്ത് വണ്ടി സ്ലിപ്പായി. ഒരു എങ്ങനെ പോയാലും ഒരു 100 ഫീറ്റ് ഉണ്ടാവും താഴത്തേക്ക്. 100 അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. വണ്ടി സ്ലിപ്പായി. ഓൾമോസ്റ്റ് എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി പോയി. എനിക്ക് ഉറപ്പായി ഇതോടുകൂടി അവസാനിച്ചു. ഞാൻ അപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കാശുരൂപം ഉണ്ടായിരുന്നു. ഞാൻ ആ കാശുരൂപത്തെ പിടിച്ചു, മാതാവേ ഇനിയൊരു എന്താണ് എന്നുള്ള ചിന്തിക്കല്ല, വലിയൊരു ഭയങ്കരമായിട്ടുള്ളൊരു സൗണ്ട്. പെട്ടെന്ന് തന്നെ എല്ലാവരും ഓടി വന്നു. അപ്പോൾ ഓടി വരുന്നവർ എനിക്ക് മിററിൽ കൂടെ കാണാം, കൈയൊക്കെ വെച്ചിട്ടാണ് ഓടി വരുന്നത്. വണ്ടി ഒരു വലിയൊരു മൺതിട്ടയിലേക്ക് പോയി കയറി. അപ്പം ഞാൻ പ്രതീക്ഷിച്ചത് വണ്ടി കംപ്ലീറ്റ് പോയി. ഇനിയിപ്പം എനിക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് നിൽക്കുന്നത്, ഒരു വണ്ടി താഴെ ഫ്രണ്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു ഇതിലായിരുന്നു. അവർ വന്നു, വണ്ടി എല്ലാവരും കൂടി പൊക്കിയെടുത്തു. ഒത്തിരി ആളൊക്കെ വന്നിട്ട് വണ്ടിക്ക് ഞങ്ങൾ നോക്കുമ്പോൾ എനിക്കും പ്രശ്നമില്ല, വണ്ടിക്ക് ഒരു പ്രശ്നമില്ല. വണ്ടിക്ക് ഒരു 100 റുപ്പീസിൻ്റെ ഒരു ചെറിയൊരിത്, ഒരു കേടുപാടും ഇല്ലാതെ അവിടുന്ന് മാതാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു.